സമ്മേളിച്ചിരുന്ന മുറിയിൽ മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരിൽ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശിഷ്യന്മാർ ജ്ഞാനസ്നാനം നൽകി. വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കണക്കാക്കുകയും ചെയ്തു. അവർ ഏകമനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുകയും ഭവനങ്ങളിൽ അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തു. ആത്മാവ് കൊടുത്ത ഭാഷാപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. തങ്ങളുടെ ഗുരുവിന്റെ കൽപ്പനയനുസരിച്ച് മനുഷ്യഹൃദയത്തിൽ ദൈവവചനത്തിന്റെ വിത്തുകൾ പാകിക്കൊണ്ട് അവർ ലോകമെങ്ങും ചുറ്റി സഞ്ചരിച്ചു. യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുക. എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവേ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതാണ്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും. എന്റെ ദാസന്മാരുടെയും ദാസുകളുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും കർത്താവിന്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ വ്യക്തമായും മാറി. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചവർ രക്ഷ പ്രാപിക്കും. ഇസ്രായേൽ ജനമേ, നിങ്ങൾ എന്തിനിതിൽ അത്ഭുതപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ട് ഇവനെ നടക്കാൻ കഴിവ് കൊടുത്തു എന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിന്? അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം, തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസ് അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടും അവന്റെ മുൻപിൽ വെച്ച് നിങ്ങൾ അവനെ തള്ളി പറഞ്ഞു. പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു. നിങ്ങളല്ല, നീയാണ് കുരിശിൽ തറച്ചു കൊന്നത്. പകരം നീ ഒരു കൊലപാതകിയെ വിട്ടുകിട്ടാൻ അപേക്ഷിച്ചു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്.
അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവന്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുൻപിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. שבח השיר, גם אם קל או קשה. זאת נשמתי, בכי נפשי את אדוני. שבראשו ברוך אדוני. שבראשו ബെഞ്ചമിൻ, ബെഞ്ചമിൻ, എന്തുണ്ടായി? എന്തെത്ര ആഘോഷം? എല്ലാവരെയും വിളിച്ചു വായോ. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ വന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഞങ്ങളെ ഇന്ന് കണ്ട് അനുഭവിച്ച ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങളും കൂടി അറിയണം. നീ എന്തൊക്കെ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. എടാ, നമ്മുടെ പ്രമാണിമാർ ക്രൂശിച്ച ഈശോയെ നിനക്ക് ഓർമ്മയുണ്ടോ? ഒരു നസ്രായൻ. ആ, ഓർമ്മയുണ്ട്. അന്നവനെ ആ ചാട്ടവാറോണ്ട് അടിച്ചപ്പോ അവന്റെ കരച്ചില് അതിപ്പോഴും എന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി നിൽക്ക. അല്ല, അവന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ കണ്ടു. ഞാനും ബെഞ്ചമിൻ ഇന്ന് സെഹിയോൻ മാളികയുടെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എവിടുന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. ആകാശത്തേക്ക് നോക്കിയപ്പോൾ സെഹിയോൻ മാളികയുടെ മുകളിൽ കൊടുങ്കാറ്റ് വീശുന്നു. മാളികയുടെ മുകളിലേക്ക് ആകാശത്തിൽ നിന്നും തീനാളങ്ങൾ വീഴുന്നു. ഞങ്ങൾ ആകെ ഭയന്നു. അതിനുശേഷം എല്ലാം ഒരു നിമിഷത്തേക്ക് ശാന്തമായിരുന്നു. സെഹിയോൻ മാളികയിൽ നിന്ന് ഈശോയുടെ ശിഷ്യന്മാർ പുറത്തേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ മുക്കുവൻ പത്രോസില്ലേ, അവന്റെ മുഖത്തൊക്കെ ഒരു ചൈതന്യമുണ്ടായിരുന്നു. അവന്റെ പേടിയൊക്കെ മാറി. ജനക്കൂട്ടങ്ങളോട് ധൈര്യമായി പ്രസംഗിക്കാൻ തുടങ്ങി. ക്രൂശിതനായ ഈശോയിൽ വിശ്വസിക്കാൻ പറഞ്ഞു. ആ മറ്റു ശിഷ്യന്മാരും പല ഭാഷകളിലും പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നവർക്കെല്ലാവർക്കും സ്വന്തം ഭാഷയിലാണത്രേ ഈ പ്രസംഗമൊക്കെ കേൾക്കാൻ പറ്റിയത്. അവിടെ നിന്ന ചിലർ അവർ ലഹരിക്ക് അടിമകളായിരുന്നു എന്നാണ് സംസാരിച്ചത്. എന്നാൽ സ്ലീഹന്മാര് പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് അവരുടെ മേൽ ഇറങ്ങി വന്നുവെന്നാണ്. അല്ല, ഈശോയുടെ കുരിശുമരണം കഴിഞ്ഞപ്പോ പട്ടാളക്കാരെ പേടിച്ച് എവിടേക്കോ വിളിച്ചിരിക്കുന്ന ഈശോയുടെ ശിഷ്യന്മാരെ കുറിച്ച് തന്നെയാണോ നിങ്ങൾ ഈ പറയുന്നത്? ഏയ്, അവർക്കൊരു പേടിയുമില്ല. ശിഷ്യന്മാരിൽ നിന്ന് ലഭിച്ച ദീപശിഖ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയവർ ഒരു ഹൃദയവും ഒരു ആത്മാവുമായി ആദ്യ ക്രൈസ്തവ സമൂഹത്തിന് രൂപം നൽകി. പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും അവർ തങ്ങളുടെ വിശ്വാസ ദീപശിഖയ്ക്ക് മങ്ങലേൽക്കാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറി. ആ വിശ്വാസ സംരക്ഷണത്തിനായി സ്വജീവൻ പോലും അവർ ത്യജിച്ചു. തങ്ങളുടെ സഹനങ്ങൾ ക്രൂശിതനോട് ചേർത്ത് അവർ ധീര രക്തസാക്ഷികളായി. അവർ ക്രിസ്തുവിന് വേണ്ടി മരിച്ചു.
എന്നാൽ ഇന്ന് അവന് വേണ്ടി ജീവിക്കേണ്ടത് നിങ്ങളാണ്, നമ്മളാണ്, നാം ഓരോരുത്തരുമാണ്.